24 ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 65,000 കിലോ റേഷനരി കാണാതായ സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇടുക്കി ജില്ലാ കളക്ടർ. ഒരു മാസമായി ഇടമലക്കുടിയിൽ റേഷനരി ലഭിച്ചില്ല എന്ന പരാതിയിലാണ് അന്വേഷണം നടത്തുന്നത്. ഏക റേഷൻ കടയിലെ അരി ഇതാണ് ഇടമലക്കുടിയുടെ അവസ്ഥ. പല ആൾക്കാരും അരിക്ക് വേണ്ടി കിലോമീറ്ററോളം നടന്നു വന്ന് ഇവിടെ വന്ന് 2-3 പ്രാവശ്യം വന്നു പോയിട്ടും ഇതുവരെ അരി കിട്ടാത്തവരുണ്ട്. അപ്പൊ ഒരു ദയനീയ അവസ്ഥയാണ് ഇടമലക്കുടിയിൽ നടക്കുന്നത്. ഈ വേനൽക്കാലത്ത് പോലും ഇവിടെ അരി കിട്ടാത്തൊരവസ്ഥയാണ് ആൾക്കാർക്ക്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും LDF ആണ്. ഈ സൊസൈറ്റി ഭരണവും LDF ആണ്. സൊസൈറ്റിയുടെ പ്രസിഡന്റും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് അന്വേഷണം നടത്തുക. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. ഇത് സംബന്ധിച്ച് അവരുടെ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിന്റെ വിതരണം ഏറ്റെടുത്തിരുന്നത്. സോ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഓഡിറ്റ് പരാമർശമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം 2 ഡിപ്പാർട്ട്മെന്റും നടത്തുന്നുണ്ട്. ഒരു വ്യക്തി ആണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം ഗവൺമെന്റിന് ലയബിലിറ്റി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാം. അതിന് എപ്പോഴും നമുക്ക് ആ കണ്ടെത്തലുകളുടെ ബേസിസിൽ മാത്രമായിരിക്കും തീരുമാനം എടുക്കാൻ പറ്റും. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുലെ, 1-2 അല്ല, 65,000 കിലോ അരി കാണാതായി എന്നുള്ളതാണ് കേസ്. അത് മാത്രമല്ല, ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട അരിയാണ്. ഇതൊക്കെ ആരാണ് കൊണ്ടുപോയത്? ആരുടെ ഭാഗത്താണ് ഇത്ര വലിയൊരു വീഴ്ച സംഭവിച്ചതെന്നൊക്കെ സ്വാഭാവികമായും അറിയേണ്ടതുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് എപ്പോഴായിരിക്കും സമർപ്പിക്കുക? ഇതുമായിട്ടുള്ള അന്വേഷണ നടപടി അതൊക്കെ എങ്ങനെയാകും? പ്രവിധ, എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞിട്ടുള്ളതാണ്. വലിയ തരത്തിലുള്ള ക്രമക്കേടുണ്ട് എന്നുള്ളതും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ തുടരന്വേഷണമാണ് ഇപ്പോൾ വീണ്ടും ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് തന്നെ ഏക ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾക്ക് 65,000 കിലോ റേഷനരി, അവർക്ക് വേണ്ടി നൽകി 65,000 കിലോ റേഷനരി കാണാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അവർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ല എന്ന് കരുതിക്കൊണ്ടാണോ ഇത്തരത്തിലൊരു നടപടി ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ദേവികുളം ഗിരിജൻ സൊസൈറ്റിയും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പും അതിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് ആദിവാസികളുടെ പ്രധാനപ്പെട്ട പരാതി. അതിൽ കഴിഞ്ഞ 1 മാസമായിട്ട് അവിടുത്തെ ആളുകൾക്ക് ഒരു ഉന്നതികളിലും ഈ റേഷനറി ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നത് പലതവണ സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അവസാനമാണ് അവർ അന്വേഷണത്തിന് തയ്യാറാവുകയെങ്കിലും ചെയ്തത്. ഈ ഇടമലക്കുടി പഞ്ചായത്തിൽ പോഷകാഹാരത്തിന്റെ കുറവ് കുട്ടികളിലുണ്ട് എന്നൊരു കണക്കൊക്കെ കഴിഞ്ഞിടയിൽ വന്നിരുന്നു. എങ്ങനെ അത് സാധ്യമാകും? പോഷകാഹാരമുള്ള കുട്ടികളെ അല്ലെങ്കിൽ അതിന്റെ കുറവ് ഇല്ലാത്ത കുട്ടികളെ അവരെ മാറ്റണമെങ്കിൽ ഇത്തരത്തിൽ റേഷനറി എങ്കിലും കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കാരണം കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയാണ്. ഈ പേസ് മെഷീനിൽ 70,000 കിലോ അരി സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിച്ചു. പക്ഷേ നിലവിൽ പരിശോധന നടത്തിയപ്പോൾ പെട്ടിമുടിയിലും അതുപോലെ തന്നെ ഇടമലക്കുടിയിലെ വിവിധ റേഷൻ കടകളിലും പരിശോധന നടത്തിയപ്പോൾ വെറും 5,000 കിലോ അരി മാത്രമാണ് സ്റ്റോക്കിലുണ്ടായിരുന്നത്. ആളുകൾ പട്ടിണി കിടക്കുകയാണ് അവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് തുടരന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ദേവികുളം ഗിരിജൻ സൊസൈറ്റിയുടെ ഒരു നടത്തിപ്പ് കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സഹകരണ വകുപ്പ് രജിസ്ട്രാർ കൂടി അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. പ്രവിധ, ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 65,000 കിലോ റേഷൻ അരിയാണ് കാണാതായത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലാ കളക്ടർ. എന്തായാലും ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടുത്തെ ആളുകൾക്ക് പോഷകാഹാരക്കുറവുണ്ട്. മാത്രമല്ല ആദിവാസി മേഖലയാണ്. അവിടെയൊക്കെ ഇത്തരത്തിലൊരു കള്ളത്തരം നടത്തുക, അതോടൊപ്പം തന്നെ ഇങ്ങനെ അരിയൊക്കെ കൊടുക്കാതിരിക്കുക, വേണ്ടത്ര ഭക്ഷണം നൽകാതിരിക്കുക എന്നുള്ളതൊക്കെ പൊറുക്കാനാവാത്തൊരു കാര്യമാണോ? പ്രേക്ഷകർ തന്നെ പറയൂ. ഒരു മാസമായി ഇടമലക്കുടിയിൽ റേഷനറി ലഭിച്ചിട്ടില്ല എന്ന പരാതിയിലാണ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ആ അന്വേഷണം നടക്കട്ടെ, സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാനാകട്ടെ, കുറ്റക്കാർക്ക് ശിക്ഷ നൽകാനാകട്ടെ എന്ന് നമ്മളും പ്രത്യാശിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.